6 മാസം കൊണ്ട് ഒരു ഡിഗ്രി. പലപ്പോഴും പല സ്ഥലത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ദാറ്റ് വിൽ ബി ഏറ്റവും വലിയൊരു സ്കാമാണ്, വലിയൊരു മണ്ടത്തരാണ്. നിങ്ങൾ ഒരിക്കലും പൈസ കൊടുത്ത് 6 മാസം കൊണ്ട് ഡിഗ്രി കിട്ടുമെന്ന് ഒരാളും വിചാരിക്കരുത്. എന്നാൽ നമുക്ക് സ്കൂളിലൊന്നും അല്ലെങ്കിൽ കോളേജിൽ പോവാതെ ലഭിക്കുന്ന ഒരു ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രിയാണ് ഡിസ്റ്റൻസ് ഡിഗ്രി അല്ലെങ്കിൽ ഓപ്പൺ ഡിഗ്രി എന്ന് പറയും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി. നമ്മൾ കോളേജിൽ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഒന്നും കോളേജിൽ പോകാതെ നമ്മുടെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തിയുടെ കൂടെ തന്നെ പഠിച്ചുകൊണ്ട് നമുക്കൊരു ഡിഗ്രി അല്ലെങ്കിൽ നമ്മൾ നേടുന്നതിനെ വിളിക്കുന്നവരാണ് ഓപ്പൺ ഡിഗ്രി. ഇത് വാലിഡ് ആണോ? ഇതിന് കൃത്യമായ രീതിയിൽ എന്താണ് വാലിഡിറ്റി ഉണ്ടോ? നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ഡിഗ്രിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങളൊരു ഓപ്പൺ ഡിഗ്രിയെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഡിസ്റ്റൻസ് ഡിഗ്രിയെ പറ്റി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു സംശയം വേണ്ട, ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണുക. കൃത്യമായൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്താണ് ഈ ഡിസ്റ്റൻസ് ഡിഗ്രി, എന്താണ് ഈ ഓപ്പൺ ഡിഗ്രി. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കോളേജൊക്കെ നമ്മൾ ഓപ്പൺ ഡിഗ്രിയൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ പലരും നമ്മളെ പല രീതിയിൽ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനൊക്കെ കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾ കിട്ടും. സോ ഫസ്റ്റ് നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിൽ കിടക്കാം. സോ എന്താണ് ഒരു ഡിസ്റ്റൻസ്, വാട്ട് ഈസ് എ ഡിസ്റ്റൻസ് ഡിഗ്രി? നോക്കി നിങ്ങൾ, എ ഡിസ്റ്റൻസ് ഡിഗ്രി ഈസ് ആൾസോ കോൾഡ് ഓപ്പൺ. അതാണ് ഓപ്പൺ ഡിഗ്രി, എഡ്യൂക്കേഷൻ ഓർ ഓപ്പൺ ഡിഗ്രി എന്ന് പറയുന്നത്. ഓപ്പൺ കോഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓപ്പൺ ഡിഗ്രി എന്ന് പറയുന്നതാണ്. ശരിക്കും എന്താണ്? മോഡ് ഓഫ് എഡ്യൂക്കേഷൻ വേർ സ്റ്റുഡൻസ് ആർ നോട്ട് റിക്വയർഡ് ബി അറ്റൻഡ് റെഗുലർ ക്ലാസ്. ഒരു വിദ്യാർത്ഥി നമ്മുടെ സ്കൂളിലും കോളേജിലും പോകുന്ന പോലെ റെഗുലർ ആയിട്ട് 10 മണി മുതൽ 4 മണി വരെ വിത്ത് അറ്റൻഡൻസോട് കൂടി കോളേജിൽ പഠിച്ചിരിക്കാം എന്ന ഒരു ക്ലാസ് ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും പഠിക്കാം, കൃത്യമായി എവിടെ പോയാൽ മതി, പരീക്ഷ എഴുതാൻ പോയാൽ മതി എന്ന രീതിയിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന രീതിയിലുള്ള സംവിധാനത്തെ വിളിക്കുന്നവരാണെന്ത്? ഓപ്പൺ ഡിഗ്രി അഥവാ നമ്മൾ ഡിസ്റ്റൻസ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ഡിസ്റ്റൻസ് ഡിഗ്രി സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ UGC DBE. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഡിഗ്രികൾ എന്ത് ചെയ്യുന്നുണ്ട്? UGC DBE അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ് കമ്മീഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അതോറിറ്റൈസേഷനുള്ള ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ നമ്മൾ ഡിസ്റ്റൻസ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായ അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഒരിക്കലും എന്തല്ല അതൊരു ചീപ്പർ സാധനം ഒന്നുമല്ല. പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റി നമുക്കറിയാം, ഏതൊരു യൂണിവേഴ്സിറ്റി നമുക്ക് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഡിഗ്രി ഇന്ത്യയിൽ എന്താണ് നിലവിലുള്ള ഒരു സാധനമാണ്. നമ്മൾ റെഗുലർ പോലെ തന്നെ ആ വർഷം എടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ട, കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. 6 മാസം കൊണ്ട് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും എന്തല്ല നിങ്ങൾക്ക് സാധ്യമാവുന്ന കാര്യമല്ല. അതിൽ വേറെ ചില പരിപാടികളാണ്. ഒരു പുതുതായി ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടികൾക്ക് ഒരിക്കലും 6 മാസം കൊണ്ട് ഡിഗ്രി കിട്ടൂല. മനസ്സിലാക്കി വെക്കുക, മണ്ടന്മാരാവരുത്. ഇനി അടുത്ത് എന്താണ് നമ്മളൊരു ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ എന്തെല്ലാം, അല്ലെ? നമ്മൾ എന്തിനാണ് ഈ ഒരു കാര്യം എടുക്കുക? നമുക്കൊരു കാര്യം വേണ്ടേ? പ്രധാനമായും ആദ്യത്തെ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ആണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു മെറിറ്റ് നമുക്ക് പറയാം. എന്താണ് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ? സ്റ്റഡി എനി ടൈം എനിവേർ സ്യൂട്ടബിൾ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ ഓർ ഹോം മേക്കേഴ്സ് എക്സെട്ര. നമുക്ക് ഒന്നാമത് നമ്മളെന്താ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ കാണുന്ന പോലെ എവിടെ വെച്ചും എങ്ങനെ നമുക്ക് പഠിക്കാം. നമ്മൾ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഹോം മേക്കേഴ്സിനൊക്കെ ഹൗസ് വൈഫ്സിനൊക്കെ വളരെ സ്യൂട്ടബിൾ ആണ് ഈ ഒരു ഡിഗ്രി. രണ്ടാമത്തെ കാര്യം എന്താണ്? ഫീസ്, അഫോർഡബിൾ ഫീസാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ സെം എക്സാമിനൊക്കെ കൊടുക്കുന്ന ഫീസൊക്കെ വെച്ച് എനിക്ക് തോന്നുന്ന ആകെ ഒരു സെമ്മിന് കൊടുക്കുന്ന ഫീസ് മാത്രം എനിക്ക് ഒരു വർഷത്തേക്ക് വേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കമ്പാരിറ്റീവ് ഫീസ് എന്തായിരിക്കും? ഇതിന് കുറവായിരിക്കും. മൂന്നാമത് എന്താണ്? കണ്ടിന്യൂ ജോബ് പ്ലസ് സ്റ്റഡി. നമുക്ക് നമ്മുടെ ജോലി ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്ക് പഠനത്തെ കൊണ്ടുപോകാൻ സാധിക്കും, അല്ലേ? അപ്പോൾ എന്താണ്? യു ക്യാൻ വർക്ക് സ്റ്റഡി സൈമൾട്ടേനിയസ്ലി. നിങ്ങൾക്ക് ജോലി ചെയ്യുകയും ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ മൂന്നാമത്. നാലാമത് റെക്കഗ്നൈസ് ബൈ ദ UGC. ഇതിൻ്റെ ഒരു അടുത്തൊരു എന്താ? ഇത് UGC റെക്കഗ്നൈസ് ചെയ്താണ്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് എന്തുണ്ട്? വാല്യൂ ഉണ്ട്, അല്ലേ? വാല്യൂ ഉണ്ട്. സോ എന്താണ്? ഇഫ് UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ് വെൽ ഫോർ ഗവൺമെന്റ് ജോബ്സ് ആൻഡ് ഹയർ സ്റ്റഡീസ്. നമ്മളിപ്പോൾ ഒരു ഡിസ്റ്റൻസ് ആയി ഒരു ഡിഗ്രി കഴിഞ്ഞ് വിചാരിക്കാം. ഇപ്പോൾ ഡിസ്റ്റൻസ് ആയി ഡിഗ്രി കഴിഞ്ഞാലും അല്ലെങ്കിൽ റെഗുലറായി കോളേജിൽ പോയി ഡിഗ്രി ചെയ്യുന്ന ആൾക്കും നമ്മൾ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന UGC എക്സാംസ് ഉണ്ട്, അല്ലെങ്കിൽ PSC എക്സാംസ്, അത് ഡിഗ്രിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. 2 പേരൻറ് ഡിഗ്രി ഗവൺമെന്റ് ഒരേപോലെ എന്ത് ചെയ്യും? സ്വീകരിക്കും. അപ്പോൾ ഒരു IAS എക്സാം എഴുതണമെങ്കിൽ ഞാൻ ഡിസ്റ്റൻസ് ഡിഗ്രി എടുത്തവർ എനിക്കും എന്താ IAS എക്സാം എഴുതാം, സിവിൽ സർവീസ് എക്സാം എനിക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് വൈഡ് കോഴ്സ് അവൈലബിലിറ്റി. നമുക്ക് ഇഷ്ടം പോലെ കോഴ്സ് ഉണ്ട്. നമ്മൾ ചില കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ കോളേജിൽ ചില കോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഡിസ്റ്റൻസ് ആയി എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഏത് കോഴ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ എന്താണ്? മെറിറ്റാണ്. ഒരു ഡിസ്റ്റൻസ് ആയിട്ട് ആര് ഡിഗ്രി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആളുകളാണ് എടുക്കേണ്ടത്. ഇനി ഇതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്, അല്ലെ? ചില ഡീമെറിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ ഡീമെറിറ്റ് എന്താ? ലാക്ക് ഓഫ് പ്രാക്ടിക്കൽ എക്സ്പോഷർ. പലപ്പോഴും നമ്മളൊരു ഡിഗ്രി കോളേജിൽ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പേഴ്സണൽ എക്സ്പ്ലോഷൻ ഉണ്ട്. ഈവൻ ഞാൻ അതിനൊക്കെ വലിയൊരു എക്സാമ്പിൾ. ഞാൻ 12 വർഷക്കാലം ഒരേ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ നാട് വിട്ട് ഞാൻ പുറത്തിറങ്ങി ഞാൻ ഡിഗ്രി പഠിക്കാൻ പോകുന്ന സമയത്താണ് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയതുണ്ട്. അതായത് നമ്മളൊരു കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ A to Z പീപ്പിൾ അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ അവിടെ പരിചയപ്പെടുന്നുണ്ട്.
നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പ്ലോഷർ ഉണ്ട്. നമ്മളാക്കി മാറ്റി നമ്മുടെ ഒരു ടീനേജിലൂടെ നമ്മൾ കടന്നു പോകും, നമ്മളാക്കി മാറ്റുന്ന കുറേ ഫാക്ടേഴ്സ് ഒരു ഗവൺമെൻറ് കോൾ നമ്മൾ റെഗുലറായി പഠിക്കുക നമ്മൾ കിട്ടാണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ മിസ് ചെയ്യും. രണ്ടാമത് എന്താ, ലിമിറ്റഡ് ഇൻട്രാക്ഷൻ. സോ ലെസ് സ്റ്റുഡൻസ് ടീച്ചർ ഇൻട്രാക്ഷൻ വിത്ത് ആൻഡ് റെഗുലർ ക്ലാസ് അല്ലേ. ഒരു ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഇൻട്രാക്ഷനോടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഒരു കുട്ടിയെ അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജാണ് ഈ പറഞ്ഞ ഏജിൽ. അവിടെ നമ്മളാക്കി മാറ്റുന്നതിൽ കോളേജിലും ടീച്ചേഴ്സിനൊക്കെ വലിയ റോളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മിസ് ചെയ്യും. ഓക്കെ, പിന്നെന്താ, ലെസ് പ്രിഫേർഡ് ബൈ ദ എംപ്ലോയീസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു പ്രൈവറ്റ് മേഖലയിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പലപ്പോഴും ഈ ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്ത ആളുകളെ അധികം അങ്ങനെ പരിഗണിക്കാറില്ല. ഗവൺമെൻറ് എക്സാം ഒക്കെ, ഗവൺമെൻറ് ഒരു കുഴപ്പമില്ല, ഗവൺമെൻറ് എക്സാമിൻ്റെ ഒരു ക്രൈറ്റീരിയ എനി ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ആയാലും മറ്റായാലും കുഴപ്പം. പക്ഷേ പ്രൈവറ്റായിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഡിഗ്രി നോക്കുമ്പോൾ അത് ഡിസ്റ്റൻസ് ഡിഗ്രി അല്ലെങ്കിൽ കോളേജിലൊന്നും പോയില്ല. അപ്പോൾ അവർ പറയും ഇവൻ അത്രയും ഒരു ലൈഫ് എക്സ്പോഷർ ഉള്ള അവൻ്റെ സ്കിൽ അത്രയും, അപ്പോൾ സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമുക്ക് ആ ഒരു രീതിയിൽ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചെറുതായിട്ടില്ലെങ്കിൽ എന്താണ് ലെസർ പ്രിഫറൻസ് ആണ് എംപ്ലോയീസ് കൊടുക്കാറുള്ളത്. പിന്നെ സെൽഫ് ഡിസിപ്ലിൻ റിക്വയർഡ് നമുക്ക് ഏറ്റവും വേണ്ട കാര്യമാണ്. എനിക്കറിയില്ല എത്രത്തോളം, ഈവൻ ഞാനൊക്കെ പലപ്പോഴും എൻ്റെ PG ഞാൻ ഡിസ്റ്റൻസ് ആയി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് സംഭവിച്ചത്, എനിക്ക് തന്നെ കൃത്യമായ രീതി അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ കൃത്യമായ രീതിയിൽ ഇരുന്ന് നമ്മൾ മറന്നു, നമ്മൾ രജിസ്റ്റർ നമ്മളെ പണിക്കങ്ങ് പോകും. പിന്നെ കൃത്യമായ രീതിയിൽ നമുക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓടി ജഗപോകും. ചിലപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കൃത്യമായി കിട്ടിയിട്ടുണ്ടായില്ല. ഇതൊക്കെ എന്താണ്, ഇത്തരത്തിൽ നമ്മൾ ഡിഗ്രി നമ്മളെങ്കിൽ ഓപ്പൺ ഡിസ്റ്റൻസ് നമ്മൾ ഡിഗ്രി എടുക്കുമ്പോൾ നമ്മൾ നേരിടുന്ന കോമൺ ആയ ഇഷ്യൂസ് ആണ്, പ്രോബ്ലംസ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. റെഡി. അടുത്തെന്താ, അഡ്മിഷൻ സ്കാംസ് ആണ്. പല ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസം കൊണ്ട് ഡിഗ്രി, 7 മാസം കൊണ്ട് ഡിഗ്രി, 1 വർഷം കൊണ്ട് ഡിഗ്രി നിങ്ങളുടെ കയ്യിലെത്തും. പല ആളുകളും പല രീതിയിൽ നമ്മളെ പറ്റിക്കപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, മെനി ഫേക്ക് യൂണിവേഴ്സിറ്റി ഓഫർ ഡിഗ്രി ആൻഡ് വെരിഫിക്കേഷൻ ഈസ് മസ്റ്റ്. കൃത്യമായ വെരിഫിക്കേഷൻ നടത്തി ഇന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇന്ന യൂണിവേഴ്സിറ്റി ഇന്ന ഡിഗ്രി ഉണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി ഇപ്പോൾ എന്താ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി. ദ ബെസ്റ്റ് UGC അപ്രൂവ്ഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട UGC അപ്രൂവ് ചെയ്ത ബെസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്. അതിൽ നമ്പർ 1 ആരുണ്ട്, ഇഗ്നോ ഉണ്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ദ ബെസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി. കുറച്ച് ടഫാണ് എക്സാം, എന്നാലും കമ്പാരിറ്റീവ് ആട്ടോ നല്ല ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇത് ഡൽഹിയിലാണ് ഇതിൻ്റെ ലൊക്കേഷനിൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഓഫേഴ്സ് കോഴ്സ് എന്താണ്, ഓൾ UG ആൻഡ് PG, എല്ലാ UGയും PG എല്ലാ കോഴ്സും എവിടെ ഉണ്ട്, ഇഗ്നോൾഡ്. അപ്പോൾ അത് പഠിച്ചു നോക്കുക. ഇതിൻ്റെയൊക്കെ കൂടുതലാണെങ്കിൽ ഇതിൻ്റെയൊക്കെ വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇഗ്നോൾ അടിച്ചാൽ ഇതിൻ്റെ വെബ്സൈറ്റ് കിട്ടും. അതുപോലെ SCDL ഉണ്ട്, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MBA HR ബിസിനസ് IT ഒക്കെയാണ് എവിടെ ചെയ്യുന്നത്, നമ്മൾ പിന്നെ SCDL ചെയ്യുന്നത്. അതുപോലെ തന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റി ഉണ്ട് തമിഴ്നാട്ടിൽ, അതും BA MA MBA BSc ഒക്കെ അവിടെയും ചെയ്യുന്നുണ്ട്. അതൊരു യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ഉണ്ട്, മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അണ്ണാമല യൂണിവേഴ്സിറ്റി, മധുരൈ പിന്നെന്താ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, നേതാജി സുഭാഷ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെന്താ പിന്നെ യശ്വന്ത്റാവു ചവൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി, കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരുപാട് UGCയുടെ അപ്രൂവൽ കിട്ടിയ ഒരുപാട് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ചെറിയ റിസർച്ച് നമ്മൾ നടത്തണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതിൻ്റെ പുറകെ പോകുന്ന ആളായി നമ്മൾ മാറരുത്. നമ്മുടെ റിസർച്ച്, നമ്മുടേതായ ഒരു എഫേർട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തൊരു കാര്യത്തിലും വേണം. ഓക്കെ, എസ്പെഷ്യലി നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുമ്പോൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആരൊക്കെയാണ് ശരിക്കും ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കേണ്ടത്? എല്ലാ ആളുകളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പല ഇഷ്യൂസും അവിടെ നേരിടേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വർക്കിംഗ് പ്രൊഫഷണൽ ഹൂ നീഡ് എ ഡിഗ്രി ഫോർ പ്രൊമോഷൻ. അപ്പോൾ അവർ ജോലി ചെയ്തു നിൽക്കുന്ന ആളാണ്, ജസ്റ്റ് പേരിനൊരു ഡിഗ്രി കിട്ടിയാൽ മതി എനിക്ക്, എന്തിനു വേണ്ടി, എൻ്റെ പ്രൊമോഷനൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ലെവലിൽ എനിക്കൊരു ഡിഗ്രിയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടും, ഞാൻ ആ ലെവലിലേക്ക് എത്തും, B ലെവലിൽ നിന്ന് ഞാൻ A ലെവലിലേക്ക് എത്തും. അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി ചൂസ് ചെയ്യാം. ഹോം മേക്കേഴ്സ് റീസ്റ്റാർട്ട് ഇൻ ദെയർ കരിയർ. അപ്പോൾ എന്താണ്, വീട് ജോലി, ചിലപ്പോൾ നമ്മുടെ വിവാഹമൊക്കെ അടിച്ച് വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. അവരെന്ത് ചെയ്യണം, അവർ വീണ്ടും അവരുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ, അവരുടെ അക്കാഡമിക്സ് കരിയറൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്കും അത് ചൂസ് ചെയ്യാം. പിന്നെന്താ, സ്റ്റുഡൻസ് വിത്ത് ലോ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പഠിക്കാൻ കോളേജിൽ ഫീസ് അടയ്ക്കാൻ അല്ലെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുള്ള ആളുകളും എന്ത് ചെയ്യാറുണ്ട്, അവർ ചിലപ്പോൾ ഒരു PSC UPSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള ലിസ്റ്റ് അവർക്കും ചൂസ് ചെയ്യാം. ഇനി എന്താ, സ്റ്റുഡൻസ് ഇൻ റിമോട്ട് ഏരിയ വിത്ത് ലിമിറ്റഡ് കോളേജ് ആക്സസ്. ഇപ്പോൾ ചില ഏരിയയിൽ എന്താ, കോളേജേ ഇല്ലാത്ത ഒരുപാട് ഏരിയകൾ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിലെ എല്ലാ മേഖലയിലും ഒരുപോലെ അല്ല. അപ്പോൾ അത്തരം ആളുകൾ എന്ത് ചൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ദോസ് പ്രിപ്പയർ ഫോർ കോമ്പറ്റീവ് എക്സാം ബട്ട് നീഡ് എ ഡിഗ്രി. ഇതാ ഞാൻ പറഞ്ഞ അടുത്തൊരു കാര്യം. അപ്പോൾ നമ്മളെന്താണ്, ഒരു ഗവൺമെൻറ് ഒരു ഫീൽഡിലെ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഡിഗ്രി നമുക്കുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് ലെവൽ എക്സാം എഴുതാം. അവിടെ ഏത് യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ്, ഏത് ഡിഗ്രിയാണെന്ന് ആരും നോക്കൂല. അപ്പോൾ ഇതെന്താണ്,
ഇത് ആരും നോക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അപ്രൂവൽ ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ആ എന്താണ് പിന്നെ UGC അപ്രൂവ്ഡ് ആയിരിക്കണം ഈ കോളേജൊക്കെ. എങ്കിൽ മാത്രമേ ഗവൺമെന്റും ഈ ഡിഗ്രി എന്ത് ചെയ്യുള്ളൂ. ഗവൺമെന്റ് മാത്രം നമ്മൾ ഇതൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ജോലിക്ക് പോകുമെന്ന് വിചാരിക്കാം. ഈ എന്താണ് വിദേശത്തൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇടണം എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള UGC അപ്രൂവ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് നോക്കുക. റെഡി. ഇനി അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കൃത്യമായ എക്സ്പോഷർ ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഏറ്റവും ബെസ്റ്റായ സ്ഥലത്ത് പഠിക്കണം അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധം നിങ്ങൾ ഒരു റെഗുലർ കോളേജ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ ഒരു കോളേജിൽ പോകാന്ന് പറഞ്ഞാൽ കുറേ അക്കാഡമിക്സ് കരിയർ നേടുക എന്ന് മാത്രമല്ല, നമ്മളാക്കി മാറ്റുന്ന ഒരുപാട് എന്താ പറയുക ഇവന്റുകൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൺസേൺ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യാം, ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ അടുത്തൊരു വീഡിയോ കാണുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ.